ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ള ഒരു ദിവസമാണ്. അപ്പം അച്ഛൻ ഇവിടെ ശരിക്കലും ഒരു ഏകാന്തത എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റപ്പെട്ട പോലെയാണ്. കാരണം നമ്മുടെ അമ്മമ്മയുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മാമന്മാരും പിള്ളേരും ഏട്ടന്മാരും ഒക്കെ ഉള്ളത് കാരണം ആൾ ഫുള്ള് ത്രില്ലായിരുന്നു. പിന്നെ നമ്മുടെ വൈകുന്നേരം വയലിൽ പോകലും റോഡിലൂടെ നടക്കലും ഒക്കെ കാരണം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെയില്ല. ഇവിടെ വന്നത് നമ്മുടെ വീടെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുന്നെന്ന് പറയാൻ പറ്റുന്നതല്ല, എന്നാൽ നമ്മളൊരു കയറ്റൊക്കെ കയറിയിട്ടാണ് നമ്മുടെ വീട്. നമ്മുടെ വീടിൻ്റെ മുറ്റം കഴിഞ്ഞാൽ നേരെ റോഡാണ്. ആ റോഡിന് നേരെ താഴോട്ട് കുത്തനുള്ള റോഡാണ്. കുത്തന റോഡ് എന്ന് വെച്ചാൽ ഇതിപ്പം കുഴപ്പമില്ല, പക്ഷേ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വഴുക്കലിയാണ് കേട്ടോ. നമുക്ക് ഈ റോഡിലൂടെ വണ്ടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, നടന്നു പോകാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആശാൻ എന്താ പറയുക, വീട്ടിൽ നിൽക്കുന്നേ ഇല്ല. അവൻ ഇങ്ങനെ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലില്ലേ, നമ്മുടെ വീടിൻ്റെ റോഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ കല്ല് കൂട്ടിയിട്ടുണ്ട്. അതിൽ പോയി ഇത് കൈ നിറച്ചും ചളിയാക്കി വന്നിരിക്കുകയാണേ. ഇതൊന്നല്ല കോമഡി, ഇവൻ കാലിലിട്ട ചെരുപ്പ് കാണണം. ഇവൻ്റെ ചെരുപ്പ് ഇടത്തേ ഇല്ല. ഇവന് ഇഷ്ടം അച്ചമ്മയുടെ ചെരുപ്പാണ്. അച്ചമ്മ പങ്കജ ചെരുപ്പ് വേണമെന്ന് പറയാം. പങ്കജ എന്നാണ് അമ്മയുടെ പേര്. അച്ചമ്മയെന്നല്ല വിളിക്കുക, പങ്കജയെന്നാണ് വിളിക്കുക. സ്നേഹത്തോട് കൂട്ടിയിട്ട് ആളുടെ പ്രായം കുറഞ്ഞ ഒരാളെ വിളിക്കുന്ന പോലെയാണ് അമ്മേനെ വിളിക്കുക. അമ്മയുടെ ചെരുപ്പേ എപ്പോഴും ഇടത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഇവൻ്റെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ അവിടെ കൂട്ടിയിട്ട കല്ലെടുത്തിട്ട് താഴോട്ടേക്ക് ഇടുക. അപ്പോൾ അതിങ്ങനെ ഉരുണ്ട് പോണേ കാണാൻ നല്ല രസമാണല്ലോ. അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആശാൻ്റെ പണി. പിന്നെ നമ്മുടെ വീടിൻ്റെ നമ്മുടെ വീട് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുകളിൽ കാണുന്നത് നമ്മുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീടാണ്. പിന്നെ അതിൻ്റെ ബാക്കോട്ട് ഫുള്ള് കാടാട്ടോ. ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ്. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഈ എന്താ പറയുക വേനൽക്കാലത്തൊന്നും നമുക്ക് തീരെ ചൂട് ഏശത്തില്ല. അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂട് വെച്ചാൽ ഭയങ്കര ചൂടാണ്. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ആശാൻ ഇങ്ങനെ മണ്ണിൽ കളിച്ച് അവനറിയാം അത് ചീത്തയാണ് അപ്പയാണെന്നൊക്കെ അറിയെങ്കിലും അവൻ വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് വരുന്നില്ല. അങ്ങനെ ഞാൻ അപ്പുറത്തോട്ട് മാറി നിന്ന്, ഞാൻ ഏട്ടൻ്റെ അനിയത്തി കൊണ്ട് കേട്ടോ കൂടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് മാറി നിന്ന് ഭൂതം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവനെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവൻ രണ്ടുപേരും കാണാണ്ട് ആയപ്പോൾ ആൾക്ക് ചെറിയ രീതിയിൽ പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ അവളുടെ അടുത്ത് പറഞ്ഞു ഇവൻ്റെ കൂടെ നിൽക്കട്ടെ, അങ്ങോട്ട് നിന്നോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മാറി നിന്ന്. അപ്പോൾ അശ്വൻ വേഗം കയറി വരുന്നു കേട്ടോ. കയറി വരുമ്പോൾ തന്നെ മുറ്റത്ത് കുറച്ച് ചളി കണ്ട് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ കൈയിട്ട് ആ ചളി മൊത്തം കയ്യിലാക്കിയിട്ട് അവൻ പറയുന്നത് കേൾക്കണം. അതാണ് രസം, അവൻ പറയുന്നത് കേൾക്കാനാണ് രസം. അങ്ങനെ കയ്യിലൊക്കെ ചളിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൻ്റെ അടുത്ത് പോയി കൈ കഴുകാൻ പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, അവന് കൈ കഴുകാൻ പോയി. വെള്ളം കണ്ട പിന്നെ ഞങ്ങളുടെ ആ പ്രദേശം വിട്ട് പോവത്തേ ഇല്ല. പൈപ്പ് വെള്ളത്തിൽ കളിക്കുക, ഇതൊക്കെയാണ് ആശാൻ്റെ ഫേവറേറ്റ് കളികൾ. എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ട അതിൽ പോയി കാലിടുക, ചളി കണ്ട അതിൽ പോയി കൈയിട്ട് 2 കൈയിലാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരിക. ഇതൊക്കെയാണ് ഇവിടുത്തെ കളികൾ കേട്ടോ. എന്നാൽ ഇവൻ പുറത്തോട്ട് ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എന്തെന്ന് വെച്ചാൽ ഭയങ്കര കൊതുകാണ്. പുറത്ത് മുറ്റത്തൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ചെറിയ പൊടി പോലെയുള്ള കൊതുകുകളാണ്. പക്ഷെ അത് കടിച്ചാൽ ഭയങ്കര ചൊറിച്ചിലാണ്, ഭയങ്കര വേദനയാണ്. ഇവനെ മൊത്തം പൊതിഞ്ഞാലും ഇവൻ പുറത്തു പോയി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ കുത്തിനെ ചോദിച്ചിട്ട് മേൽ മൊത്തം ചേർത്ത് കൊന്നും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.